നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട്ടിൽ 16-കാരനായ ഒരു കുട്ടിയെ രണ്ടാനച്ഛനും അമ്മയും കൂടി IS-ൽ ചേർക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നുള്ളൊരു കേസ് വന്നത്. ഒരുപക്ഷെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ വെഞ്ഞാറമൂട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കേസ് ആദ്യം പല രീതിയിൽ അമ്മ ഈ കുട്ടിയെപ്പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിൽ വരുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. പീഡനങ്ങൾ അല്ലെങ്കിൽ മർദ്ദനങ്ങൾ കൊണ്ട് ആ കുട്ടി ഒരുപക്ഷെ അതിൻ്റെ സ്വഭാവം തന്നെ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, 16-കാരനായ ഈ കുട്ടിയെ IS-ൽ ചേർക്കാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കും അച്ഛനുമെതിരെ ഇപ്പോൾ NIA UAPA ചുമത്തിയിരിക്കുകയാണ്. ഈ കേസിൽ കനകമല ഫാക്ടറും ഉണ്ടെന്നുള്ളതാണ് അതിശയം. അതായത് ഈ കനകമല ഫാക്ടർ വരുന്നത് ഈ കേസിൽ കനകമല ഫാക്ടറും ഉണ്ടത്രേ. ഈ സാഹചര്യത്തിൽ കേസ് ഇപ്പോൾ NIAക്ക് ഉടനെ തന്നെ കൈമാറും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഒരു അസ്വാഭാവികത കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ NIAക്ക് ഈ ഒരു കേസ് കൈമാറുന്നത്. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. കണ്ണൂർ കനകമല കേസിൽപ്പെട്ട ഒരാളുടെ സാന്നിധ്യമാണ് ഇതിനെല്ലാം പോലീസിന് വ്യക്തമായ കാരണം അതുകൊണ്ട് തന്നെയാണ് സംശയിക്കാനും കാരണമായത്. പത്തനംതിട്ട സ്വദേശിയായ കുട്ടിയുടെ മാതാവ് വെമ്പായം സ്വദേശിയായ യുവാവിനെ രണ്ടാം വിവാഹം കഴിക്കുന്നതിന് ഇടയിലാണ് കുട്ടിയെ IS-ൽ ചേരാൻ നിർബന്ധിക്കുന്നത്. കുട്ടി ഇത് സമ്മതിക്കാതെ വന്നതോടുകൂടി നാട്ടിലെത്തിച്ച് ഇവർ മതപഠനശാലയിലാക്കുകയായിരുന്നു. കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം കണ്ട ഈ മാതാവിന്റെ ബന്ധുക്കൾ തന്നെയാണ് കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. പക്ഷേ രണ്ടാനച്ഛനും മാതാവും ചേർന്ന് മർദ്ദിക്കുന്നതാണ് കുട്ടിയുടെ ഈ സ്വഭാവത്തിന് കാരണമെന്ന്, അതിന് മാറ്റത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത് ആ ഒരു കൗൺസിലിങ്ങിൽ. അതോടെ വെഞ്ഞാറമൂട് പോലീസിൽ ഇവർ പരാതി നൽകി. അതിനുശേഷം പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അസ്വാഭാവികതകളൊക്കെ കണ്ടെത്തിയത്. വിദേശത്തായിരുന്നപ്പോൾ ഈ കുട്ടിയും ഈ അമ്മയൊക്കെ UK-യിലായിരുന്നു. ആ സമയത്ത് തീവ്രവാദ സംഘടനയായ ഈ IS-ന്റെ വീഡിയോകളൊക്കെ നിരന്തരമായി കാണിച്ചിരുന്നുവെന്നും സിറിയയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു എന്നുമാണ് മകൻ നൽകിയ മൊഴി. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ പോലീസിനും അത്തരത്തിൽ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് അമ്മയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു. എന്നാൽ മകനും മുൻ ഭർത്താവിനുമെതിരെയാണ് അമ്മയുടെ മൊഴി വന്നത്. ഇളയ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചത് മറയ്ക്കാനാണ് ഈ വ്യാജ പരാതി നൽകിയതെന്നാണ് അമ്മ പറയുന്നത്. ഇളയ കുഞ്ഞിനെ നിരന്തരമായി ഈ കുട്ടി ഉപദ്രവിക്കുകയും പോൺ വീഡിയോ കാണുകയും ചെയ്യുന്ന മകനെ നേരത്തെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നുവെന്നും അമ്മയുടെ മൊഴി. പക്ഷേ ഇത് അത്ര അങ്ങോട്ട് പോലീസ് വിശ്വസിച്ചില്ല. അമ്മയുമായിട്ട് ചേർന്നുള്ള ലിങ്കുകൾ നോക്കിയപ്പോഴാണ് ഒരു ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഒരു ചൂടൊക്കെ അറിയാൻ പോലീസിന് സാധിച്ചത്. എന്തായാലും മകനെതിരെ അമ്മ കൊടുത്ത മൊഴി ഭയങ്കര, ഒരുപക്ഷെ ഒട്ടും വിശ്വസിക്കാം. പോൺ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുക, വളരെ സ്വന്തം മകൻ വെറും വൃത്തികെട്ടവൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു അമ്മ മൊഴി നൽകിയത്. നാട്ടിലേക്ക് ഏതായാലും മടക്കി അയച്ചതിന്റെ ദേഷ്യവും പരാതിയും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണയിലുള്ള കുട്ടിയുടെ മൊഴിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് അമ്മ പോലീസിൽ അറിയിച്ചത്. ഇതോടെ പോലീസിനും സംശയമായി. ഇതിനിടയിലാണ് കനകമല ഫാക്ടർ കണ്ടെത്തുന്നത്. അതായത് അമ്മയുടെ UK-യിലെ കൂട്ടുകാരനും യുക്രൈനിൽ നിന്നും UK-യിൽ കുടിയേറിയ വ്യക്തിയാണ്. മതപഠനശാലയിൽ കുട്ടിയെ ആക്കിയതും കനകമല കേസിലെ ഈ പ്രതി തന്നെയാണ്, ഈ കൂട്ടുകാരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിന് കുറച്ചുകൂടി ഗൗരവം കൂടുന്നതും. മകനെ ഭീകര സംഘടനയായ IS-ൽ ചേർക്കാൻ അമ്മയും സുഹൃത്തും ചേർന്ന് പ്രേരിപ്പിച്ചുവെന്നാണ് ഇപ്പോഴത്തെ കേസ്. NIAക്ക് ഇപ്പോൾ കൈമാറാൻ DGP സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തും NIA കേസിലെ പ്രതിയുമായ ആളുടെ ഇടപെടൽ വളരെയധികം സംശയത്തിന് ഇടം നൽകുന്നുണ്ട്. കനകമല ഗൂഢാലോചന കേസിൽ 3 വർഷം ശിക്ഷിച്ച പ്രതിയുടെ സുരക്ഷണത്തിലായിരുന്നു കുട്ടി ഇതുവരെ. UK-യിലായിരുന്നപ്പോൾ ഈ IS-ലേക്ക് ചേരാൻ അമ്മ നിർബന്ധിച്ചു എന്നായിരുന്നു കുട്ടിയുടെ മൊഴി. അമ്മയും കൂട്ടുകാരനുമൊക്കെ ഇതിന് നിർബന്ധിച്ചു എന്ന്. എന്നാൽ കുട്ടി വഴങ്ങിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ പീഡനങ്ങളാണ് മർദ്ദനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. വെഞ്ഞാറമൂട് പോലീസാണ് UAPA പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നാട്ടിലേക്ക് അയച്ച കുട്ടിയെ സ്വീകരിച്ചതും സംരക്ഷിച്ചതും അമ്മയുടെ നാട്ടിലെ സുഹൃത്തായ NIA കേസിലെ ഈ പ്രതി തന്നെയായിരുന്നു.
NIA നിലവിൽ കേസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് വരുന്ന സൂചനകളൊക്കെ. കുട്ടിയെ അമ്മ നാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു. ഏതായാലും നാട്ടിലേക്ക് തിരിച്ചയച്ച ഈ കുട്ടിയെ ഇവരുടെ ഈ അമ്മയുടെ സുഹൃത്ത്, അതായത് NIA കേസിലെ പ്രതി, കനകമല കേസിലെ പ്രതിയായിരുന്നു സ്വീകരിച്ചത്. എന്നിട്ട് ഈ കുട്ടിയെ ആറ്റിങ്ങലിലുള്ള മതപഠനശാലയിലുമാക്കി. ഇവിടെ നിന്നാണ് കുട്ടിയെ ബന്ധുക്കൾ കൊണ്ടുപോയത്. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളായിരുന്നു കുട്ടിയെ പിന്നീട് അത് ഏറ്റെടുത്തത്. ഇതോടുകൂടിയാണ് കേസ് പോലീസിന്റെ മുന്നിലെത്തുന്നത്. ഏതായാലും ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോയ ഈ മകനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുകയാണ് അമ്മ ചെയ്യുന്നത്. ഇതിനിടെയാണ് കനകമല കേസ് പ്രതിയുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയത്. അതോടുകൂടിയാണ് കേസിന്റെ ഒരു ട്വിസ്റ്റ് മാറിയത്. അതായത് അതിന്റെ വഴി തിരിഞ്ഞു പോയത്. കാരണം അതുവരെ ഒരു കുടുംബ വഴക്ക്, അല്ലെങ്കിൽ മകൻ അമ്മയോടുള്ള എന്തോ ഒരു നീരസം, അല്ലെങ്കിൽ അച്ഛൻ, സ്വന്തം അച്ഛന്റെ വീട്ടുകാര് ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തത് എന്നൊക്കെ തരത്തിൽ വന്നത് പിന്നീട് ഈ IS-ഉമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ കനകമല കേസിലെ പ്രതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഒരു സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞതോടുകൂടി കൃത്യമായിട്ട് NIA അന്വേഷണത്തിലേക്ക് പോലീസ് വിടുകയായിരുന്നു. 3 കൊല്ലമായിട്ട് ഇയാളുടെ സംരക്ഷണത്തിലായിരുന്നു ഈ കുട്ടി. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം. ഈ യുവതി വെമ്പായം സ്വദേശിയായ യുവാവിനെയാണ് വിവാഹം കഴിച്ചത്. വിവാഹത്തിലെ ആദ്യ മകനോടൊപ്പം വിദേശത്തായിരുന്നു. അവിടെ വെച്ചാണ് IS-ന്റെ വിവിധ വീഡിയോകൾ കാണിച്ച് ഈ സംഘടനയിൽ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് മകനെ നിർബന്ധിച്ചത്. എന്നാൽ കുട്ടിക്ക് ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നു. തുടർന്ന് കുട്ടിയും അമ്മയും തമ്മിൽ വലിയ തർക്കമൊക്കെ ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ മാസം 3 പേര് നാട്ടിലെത്തി. പിന്നീട് കുട്ടിയെ ആറ്റിങ്ങലിലുള്ള മതപഠനശാലയിലാക്കുന്നു. ദമ്പതികൾ വിദേശത്തേക്ക് പിന്നീട് തിരിച്ചു മടങ്ങുന്നു. ഇതിനിടെയാണ് കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കൾ കാര്യങ്ങൾ അറിയുന്നത്. ഇത് കുട്ടി ബന്ധുക്കളുടെ സമീപത്ത് വെച്ച്, അതായത് ബന്ധുക്കളുടെ സാമീപ്യത്തിൽ പോലീസിനെ തൻ്റെ പക്കലുള്ള വിവരങ്ങളൊക്കെ കൈമാറുകയൊക്കെ ചെയ്തത്. ഏതായാലും NIA വിവരശേഖരണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പത്തനാപുരം സ്വദേശിനിക്കും രണ്ടാം ഭർത്താവായ വെമ്പായം സ്വദേശിക്കുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രണ്ടാം വിവാഹത്തിന് ശേഷം യുവതി മതപരിവർത്തനം നടത്തിയിരുന്നു എന്നും തെളിവുകളുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രാജ്യാന്തര ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കനകമലയിൽ രഹസ്യയോഗം കൂടിയെന്ന കേസിലാണ് അന്ന് 1-ാം പ്രതി കോഴിക്കോട് സ്വദേശി മൻസിദ് മുഹമ്മദിന് 14 വർഷം തടവും പിഴയും വിധിച്ചിരുന്നത്. 2-ാം പ്രതി ചേലക്കര സ്വദേശി T സ്വാലിഹിന് 10 വർഷവും 3-ാം പ്രതി റാഷിദിന് 7 വർഷം തടവും പിഴയും വിധിച്ചു. ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിലായിരുന്നു 2019 അന്ന് ആ കേസിന്റെ ശിക്ഷ വിധിച്ചത്. മറ്റു പ്രതികളായ കുറ്റ്യാടി സ്വദേശി റംഷാദ് നങ്കീലന് 3 വർഷവും തിരൂർ സ്വദേശി സഫ്വാന് 8 വർഷവും കാഞ്ഞങ്ങാട് സ്വദേശിക്ക് 3 വർഷവും തടവാണ് അന്ന് വിധിച്ചത്. ഇത്രയും പ്രമാദമായ കേസിലെ പ്രതിയുടെ സാന്നിധ്യമാണ് വെഞ്ഞാറമൂട് കേസിനെ സംശയത്തിലാക്കുന്നത്. ഏതായാലും NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഏതായാലും ഇതിന് കൃത്യമായിട്ടുള്ള രൂപം കിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഭീകര പ്രവർത്തകരുടെ വൈറ്റ് കോളർ ഭീകരത തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കൊച്ചു കുട്ടികളെ പോലും സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുന്നു എന്നുള്ളതൊക്കെയാണ് അതിശയിപ്പിക്കുന്നത്. നമ്മുടെ തലസ്ഥാനത്തും അതിൻ്റെ വേരുകളൊക്കെ എത്തിയിരിക്കുന്നു. ഏതായാലും NIA കാര്യമായിട്ട് തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു.